എ പത്മകുമാറിന്റെ ഈ വാദങ്ങൾ പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. 2019 മാർച്ചിൽ ശബരിമല ശ്രീകോവിലിൽ സ്വർണ്ണവാതിൽ സ്ഥാപിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിലുണ്ട് ദ്വാരപാലക ശില്പങ്ങൾ. ആ ദ്വാരപാലക ശില്പങ്ങളിലുണ്ട് വിജയ് മല്യ പൊതിഞ്ഞ അതേ സ്വർണ്ണ കവചങ്ങൾ. 3 മാസത്തിന് ശേഷം ജൂലൈയിൽ പിന്നെ എങ്ങനെ ഈ കവചങ്ങൾ ചെമ്പായി എന്നുള്ളതാണ് ചോദ്യം. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ തെളിവുകളാണിത്. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം 2019 ജൂലൈയിലാണ് സ്വർണം പൂശാൻ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. എന്നാൽ ഈ ചിത്രങ്ങൾ 2019 മാർച്ചിലേതാണ്. ശ്രീകോവിലിലെ സ്വർണ്ണവാതിൽ ഘടിപ്പിക്കുമ്പോൾ എടുത്ത ചിത്രം. അതിൽ ദ്വാരപാലക ശില്പങ്ങൾ യഥാർത്ഥ സ്വർണ്ണ കവചങ്ങളിൽ പ്രഭയോടെ നിൽക്കുന്നു. 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ അതേ കവചങ്ങൾ. ഈ കവചങ്ങൾ 3 മാസം കൊണ്ട് ചെമ്പുപാളിയായ ഒടിവിദ്യ എങ്ങനെ സംഭവിച്ചുവെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ അതേ കവചങ്ങൾ തന്നെ ആയിരിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയത് ചെമ്പുപാളിയിലാണെന്നും വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി എന്തു ചെയ്തു എന്ന ചോദ്യമാണ് ഉയരുന്നത്. കവചം ചെമ്പല്ല സ്വർണമാണ് എന്നതിന്റെ ഏറ്റവും ശക്തമായ തെളിവ് കൂടിയാണ് 2019 മാർച്ചിലെ ഈ ചിത്രങ്ങൾ. ഇതിൽ കൂടുതൽ തെളിവുകൾ മാതൃഭൂമി ന്യൂസിന് ഇനി പുറത്തുവിടാനില്ല. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.